ജ്യോതിഷവിധിയിലെ നാലാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച നമുക്ക് കുന്നിശ്ശേരിയിൽ നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. കുന്നിശ്ശേരിയിൽ നിന്നും രമണിയാണ് നമുക്ക് എഴുത്തെഴുതിയിരിക്കുന്നത്. ജ്യോതിഷവിധിയുടെ സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ. പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള അനുഷ്ഠാനം എന്നുള്ള ഭാഗം അത്ര കണ്ട് വിജയിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ കൂടിയും ഞങ്ങൾ സാധാരണക്കാർക്ക് ദഹിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ തന്നെ അതിലെ ഗുരുത്വം കുറച്ചുകൂടി ലഘുവാക്കുന്നതാണ് ഉത്തമം എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഔഷധി എന്ന മൂന്നാം ഭാഗം വളരെ നല്ലതാണ്. സാധാരണ നമ്മൾ പച്ചക്കറിയെന്ന് മാത്രം കരുതി പോന്നവയിൽ കൂടി ഔഷധ മൂല്യങ്ങൾ ധാരാളമുണ്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ പ്രോഗ്രാമിന് കഴിയുന്നുണ്ട്. എനിക്ക് അറിയേണ്ടതായ കാര്യം, എൻ്റെ മകളുടെ വിവാഹത്തിന് സ്വർണ്ണ പാദസരം മേടിച്ചിരുന്നു. ഈയിടെ ഒരു ക്ഷേത്രത്തിലെ പൂജാരി സ്വർണം കാലിലിടുന്നത് ദോഷമാണെന്ന് പറയുന്നു. ഇത് ശരിയാണോ എന്നറിയണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർണം പൊതുവേ നമ്മൾ ഹിന്ദുക്കളുടെ ആചാരപ്രകാരം സ്വർണത്തിനെ മഹാലക്ഷ്മിയോട് കൂടിയിട്ടാണ് ഉപമിക്കുന്നത്. ലോഹങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ലോഹമായിരിക്കുന്ന സ്വർണം കാലിലണിയാൻ പാടില്ല എന്ന് പണ്ടുകാലം മുതൽക്ക് തന്നെ പറയാറുണ്ട്. സ്വർണം കഴുത്തിലും കയ്യിലും കാതിലുമെല്ലാം തന്നെ ഇടാറുണ്ടെങ്കിലും പണ്ടുള്ള വ്യക്തികൾ ആരും തന്നെ പാദസരമായിട്ട് അല്ലെങ്കിൽ കാലിലണിയുവാൻ സ്വർണം പൊതുവെ ഉപയോഗിക്കാറില്ല. കാരണം മഹാലക്ഷ്മി ആണ് സ്വർണം. ആ മഹാലക്ഷ്മിയെ കാലിലണിയുവാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഒരു വിശ്വാസം. അത് പണ്ടുള്ള ഒരു അന്ധവിശ്വാസമായി കരുതി പോരാമെങ്കിൽ കൂടിയും ഇന്നത്തെ ആധുനിക ശാസ്ത്രവും അതിനെ പിന്താങ്ങുന്നുണ്ട്. കാരണം സ്വർണം എന്നുള്ളതായിരിക്കുന്ന ആ തണുത്ത ലോഹം കാലിലെ മണിബന്ധത്തിൽ സ്ഥിരമായി ഉരയുമ്പോൾ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ വാദം വരുവാനുള്ള സാധ്യത കൂടുതലാണത്രേ. അപ്പോൾ അങ്ങനെ വാദം വരും എന്ന് കരുതിയാണ് സ്വർണം കാലിലണിയാൻ പാടില്ല എന്നുള്ളത് ഇന്നത്തെ ആധുനിക ശാസ്ത്രം വിലയിരുത്തുന്നത്. അപ്പോൾ പണ്ടുള്ള ആ വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ആ കാര്യത്തിനെ സ്ഥിരീകരിക്കുന്ന ഒരു പഠനമാണ് ഇന്നത്തെ ഈ ആധുനിക ശാസ്ത്രവും വെളിവാക്കി തന്നിരിക്കുന്നത്. അതിനാൽ തന്നെ സ്വർണം കാലിലണിയുന്നത് അത്ര കണ്ട് ഗുണപ്രദമല്ല, അത് ആചാരവിരുദ്ധമാണ്. അതിനേക്കാൾ ഉപരി അത് ആരോഗ്യത്തിനെയും ദോഷം ചെയ്യും എന്നാണ് കണ്ടുപിടുത്തം. ജ്യോതിഷവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നന്നായിട്ടുണ്ട്. അനുഷ്ഠാനത്തിൻ്റെ ഭാഗങ്ങൾ കുറച്ചുകൂടി ലഘൂകരിക്കുവാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. ഔഷധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളും വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും ഇതുപോലുള്ളതായിരിക്കുന്ന അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് എന്തൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാം. എന്തായാലും നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇനിയും ഇതുപോലുള്ളതായിരിക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികളെ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയമനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ ഫലത്തെക്കുറിച്ച് അറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യ ഇൻ, മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടുന്നതായ വിലാസം: പാടൂർ ജ്യോത്സ്യൻ, KP ശ്രീവാസ്തവ്, SBT ബാങ്കിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447 3201